അതുകൂടാതെ എൻട്രിയിലെ ഫൗണ്ടേഷൻ ബാച്ച് എന്ന് പറയുന്ന ഒരു ബാച്ച് ഉണ്ട്. SSC RRB റെയിൽവേ നമ്മളെ കോമ്പറ്റേറ്റീവ് എക്സാംസ് എഴുതുന്ന ഏതൊരു കുട്ടികളും അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാംസിലേക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് വരുന്ന തുടക്കക്കാരായിക്കോട്ടെ, നിങ്ങൾ ചിന്തിക്കുന്നത് ശരിയാണോ? എന്തിനെക്കുറിച്ച്? എക്സാമിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്ന രീതി ശരിയാണോ? അല്ലെങ്കിൽ നിങ്ങൾ ആ എക്സാമിനെ അപ്രോച്ച് ചെയ്യുന്ന രീതി ശരിയാണോ? ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഒരുപാട് ഡൗട്ടുകൾക്കുള്ള ഉത്തരമാകും എന്ന് എനിക്ക് ഉറപ്പാണ്. എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ഹായ്, നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് എക്സാം സ്റ്റാർട്ട് ആകുകയാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ജൂണിലെ എൻട്രിയുടെ എഡ്യൂഫെസ്റ്റും സ്റ്റാർട്ടായി കഴിഞ്ഞു. അപ്പോൾ ഇപ്പം പഠിച്ച് തുടങ്ങുന്നവർക്ക് ഈ ഒരു സ്പെഷ്യൽ ഓഫറിൽ ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ജോലി കിട്ടുന്നവരെ എക്സ്റ്റൻഡഡ് വാലിഡിറ്റിയിൽ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം ഈ ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ. അപ്പോൾ ഇപ്പം തന്നെ ജോയിൻ ചെയ്യുമല്ലേ? ആർ യു ഓൺ ദി റൈറ്റ് ട്രാക്ക്? ആണോ? നിങ്ങൾ ശരിയായ ദിശയിലാണോ പോകുന്നത്? ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ? ബാ, കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആദ്യം അതൊന്ന് വായിച്ചു നോക്കിയ എല്ലാവരും. എന്തൊക്കെയാ അവിടെ പറഞ്ഞിരിക്കുന്നേ? ഡു യു നോ ദ എക്സാം പാറ്റേൺ ക്ലിയർലി? ആർ യു പ്രാക്ടീസിങ് ഇനഫ് മോക്ക് ടെസ്റ്റ്? പിന്നെന്താണ്? ആർ യു റിവൈസിങ് ദി റൈറ്റ് വേ? ആർ യു ബാലൻസിങ് ഓൾ സെക്ഷൻസ്? ആർ യു അപ്ഡേറ്റഡ് വിത്ത് കറന്റ് അഫയേഴ്സ്? ഈസ് യുവർ മൈൻഡ് സെറ്റ് കോമ്പറ്റീറ്റീവ്? 6 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ആദ്യം പറഞ്ഞ കാര്യം എന്താ? നിങ്ങളൊരു തുടക്കക്കാരനായിക്കോട്ടെ, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി ആയിക്കോട്ടെ, നമ്മൾ ഏത് എക്സാം ആണോ എഴുതുന്നത്, ബാങ്ക് എക്സാം ആണ് എഴുതുന്നതെങ്കിൽ ആ എക്സാം പാറ്റേൺ, എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം, എങ്ങനെയാണ് ആ എക്സാം നടക്കുന്നത്, ഓൺലൈൻ എക്സാം ആണ്, ഇൻഡിവിജ്വൽ ടൈമിംഗ് ഉണ്ടോ, തുടങ്ങി ആ എക്സാമിൻ്റെ സെലക്ഷൻ പ്രോസസ്സുകൾ, പ്രിലിംസ്, മെയിൻസ്, ഇന്റർവ്യൂ ഉണ്ടോ, മെഡിക്കൽ ഉണ്ടോ, തുടങ്ങി A to Z കാര്യങ്ങളെയും കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ നിങ്ങൾക്ക് ആദ്യം തന്നെ ഉണ്ടായിരിക്കണം. അതല്ലാതെ ഒരാൾ പറയുന്ന കേട്ടു, ഇവിടെ നിന്ന് പറയണ കേട്ടു, അവിടെ നിന്നും പറയണ കേട്ട് ചുമ്മാ ഇറങ്ങിത്തിരിക്കരുത്. വ്യക്തമായിട്ടുള്ള ഒരു ധാരണ നിങ്ങൾക്ക് എക്സാം പാറ്റേണെ കുറിച്ചും അത് എഴുതി കിട്ടിയാൽ കിട്ടുന്ന ജോലിയെക്കുറിച്ചും അതിൻ്റെതായിട്ടുള്ള എല്ലാ ധാരണകളും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ക്ലിയർ അല്ലേ? ഓക്കെ, പിന്നെ എന്താണ്? ആർ യു പ്രാക്ടീസിങ് ഇനഫ് മോക്ക് ടെസ്റ്റ്? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ പരീക്ഷയെ കുറിച്ച് പേടിച്ചിരിക്കല്ലാതെ ആ പരീക്ഷ എങ്ങനെയാണ് നടക്കുന്നത്, ആ പരീക്ഷകൾ എങ്ങനെയാണ് നടക്കുന്നതിനെ കുറിച്ചുള്ള ധാരണ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ആ രീതിയിലുള്ള ഹൈ ലെവൽ മോക്ക് ടെസ്റ്റ്, അതായത് നല്ല രീതിയിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അതല്ലാതെ ചുമ്മാ കുറെ കാര്യം പഠിച്ച് എക്സാം ഹാളിലേക്ക് പോവല്ല ചെയ്യണ്ടേ. നല്ല രീതിയിലുള്ള മോക്ക് ടെസ്റ്റുകൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ആദ്യത്തെ 2 പോയിന്റും ക്ലിയർ ആണ്. ആർ യു റിവൈസിങ് ദി റൈറ്റ് വേ? പഠിച്ച കാര്യം കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ റിവൈസ് ചെയ്യണം. നമുക്ക് ആ കൊടുക്കുന്ന ടൈം, നമ്മൾ ആ ചെലവഴിക്കുന്ന ടൈം യൂസ്ഫുൾ ആയിരിക്കണം. അത് നമുക്ക് എക്സാം ഹാളിൽ ആ ക്വസ്റ്റ്യൻ ചോദിക്കണം. അപ്പം ആ രീതിയിൽ ആ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ചെയ്യാൻ നമ്മൾക്ക് സാധിക്കണം. ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? റിവിഷൻ സെറ്റ് ചെയ്തിരിക്കണം. ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? റിവിഷൻ സെറ്റ് ചെയ്തിരിക്കണം. ആർ യു ബാലൻസിങ് ദ ഓൾ സെക്ഷൻസ്? നമുക്ക് പ്രിലിംസ് ആയാലും മെയിൻ ആയിട്ട് നമുക്കുള്ളത് ഇംഗ്ലീഷ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ്. ചിലർക്ക് ഇംഗ്ലീഷ് അവരെന്ത് ചെയ്യില്ല, എളുപ്പമാണെന്ന് പറഞ്ഞ് റീസണിങ്ങും QAയും പഠിക്കും. ഒരിക്കലും ചെയ്യരുത്. ഇംഗ്ലീഷിൽ നിങ്ങൾ വീണു പോകും. എല്ലാ സെക്ഷൻസും, ജനറൽ അവയർനെസ് ഉണ്ട്, കറണ്ട് അഫയേഴ്സ് ഉണ്ട്, കമ്പ്യൂട്ടർ ഉണ്ട്, എല്ലാ സെക്ഷൻസും നിങ്ങൾ എന്ത് ചെയ്യണം? നല്ല രീതിയിൽ ഈക്വൽ ചെയ്ത് പഠിച്ചു തന്നെ പോകണം. ഓവർ കോൺഫിഡൻസ് പാടില്ല. ഒന്നും അറിയില്ല എന്ന് തന്നെ, എല്ലാം അറിഞ്ഞാലും ഒന്നും അറിയില്ല എന്നുള്ള രീതിയിൽ തന്നെ പഠിച്ചുകൊണ്ടിരിക്കണം. എന്ന് വരെ ജോലി കിട്ടും വരെ ആ ഒരു മൈൻഡ് സെറ്റോട് കൂടി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം. എല്ലാ ആൾക്കാർക്കും അവരർഹിക്കുന്ന ബഹുമാനം കൊടുത്തിരിക്കണം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ആർ യു അപ്ഡേറ്റഡ് വിത്ത് കറണ്ട് അഫയേഴ്സ്? യെസ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമുക്ക് പ്രധാനമായിട്ടും ലാസ്റ്റ് 6 മന്തിലെ കറണ്ട് അഫയേഴ്സ് ആണ് ചോദിക്കുക. അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഡെയിലി ഹിന്ദു പേപ്പർ വായിക്കണം. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സോഴ്സിൽ നിന്നും നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കറണ്ട് അഫയേഴ്സ്. എക്സാമിന് ചോദിക്കുന്ന രീതിയിൽ നമ്മൾ പഠിക്കണം. ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്ത് നമ്മൾ പഠിക്കുക.
ഹാർഡ് വർക്കിന്റെ കൂടെ സ്മാർട്ട് വർക്ക് കൂടി നിങ്ങൾ യൂസ് ചെയ്യണം. ക്ലിയർ അല്ലേ? ദെൻ ഈസ് യുവർ മൈൻഡ് സെറ്റ് ഈസ് കോമ്പറ്റീറ്റീവ്. യെസ്, അടിച്ചു കയറി പോണം. എനിക്ക് ആ പോസ്റ്റ് വേണം. ഒരൊറ്റ പോസ്റ്റേ ഉള്ളെങ്കിൽ ആ ഒരു പോസ്റ്റ് എനിക്കുള്ളതാണ്, ഞാൻ അത് ആർക്കും കൊടുക്കില്ല, ആർക്കും അത് ഞാൻ വിട്ടുകൊടുക്കില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റ് വേണം. 10 പോസ്റ്റേ ഉള്ളെങ്കിൽ നിങ്ങൾ 9 പോസ്റ്റിലേക്ക് മത്സരിച്ചാൽ മതി. ഒരു പോസ്റ്റ് അത് എന്റെയാണ് എന്നുള്ള രീതിയിൽ സ്വാർത്ഥനാവണം, അല്ലെങ്കിൽ സ്വാർത്ഥയാവണം. നമുക്ക് ജോലി കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെടുമെന്ന് മനസ്സിലാക്കി സെൽഫിഷ് ആയി തന്നെ പഠിക്കുക. കോമ്പറ്റേറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി പഠിക്കുക. കിട്ടുന്ന ടൈം എല്ലാം നിങ്ങൾ യൂസ് ചെയ്ത് പഠിക്കുക. ക്ലിയർ അല്ലേ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ? ഈ 6 കാര്യങ്ങൾ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യുക. പരീക്ഷയെ കുറിച്ചുള്ള പേടിയൊക്കെ മാറ്റി നല്ല രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകണം. പിന്നെയും ഒരുപാട് കുട്ടികൾ പറയുന്ന ഒരു ഡൗട്ടാ, സാർ ഞങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുമോ എന്നുള്ള ഭയം, നോട്ടിഫിക്കേഷൻ എന്ന് വന്നാൽ അറിയുമോ എന്നുള്ള ഭയം. നമ്മളുടെ ചാനല് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ നിങ്ങളിലേക്ക് ആ ന്യൂസ് നമ്മൾ എത്തിക്കും. അപ്പൊ ജസ്റ്റ് നിങ്ങൾ ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടാം. പുതിയ അപ്ഡേഷനും കാര്യങ്ങളും എല്ലാം വരുന്നത് നമ്മൾ എന്ത് ചെയ്യും, അപ്പം തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ചാനലിൽ. അപ്പൊ ജസ്റ്റ് അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും എന്ത് ചെയ്യും നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളുടെ ഒപ്പം തന്നെ എൻട്രിയിൽ എഡ്യൂഫെസ്റ്റ് നടക്കുകയാണ് ഈ മാസം. എന്താണ് നേടാം? 1 ടൈം ഇൻവെസ്റ്റ്മെന്റിൽ എക്സ്ട്രാ 2 ഇയേഴ്സ് വാലിഡിറ്റി. നിങ്ങൾ 1 കൊല്ലത്തെ കോഴ്സ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ കൂടെ 2 കൊല്ലം കൂടിയുള്ള എക്സ്ട്രാ വാലിഡിറ്റി അവൈലബിൾ ആണ്. നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആളായിക്കോട്ടെ, അതേപോലെ തന്നെ കോളേജ് ഗോയിങ് സ്റ്റുഡന്റ് ആയിക്കോട്ടെ, പെട്ടെന്ന് സ്കൂൾ എന്ന് പറഞ്ഞതാണ്, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കോളേജിൽ പോയിക്കൊണ്ടിരിക്കുന്ന കുട്ടി ആയിക്കോട്ടെ, വർക്ക് ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ, നിങ്ങൾക്ക് നൈറ്റ് ബാച്ചുകൾ അവൈലബിൾ ആണ്, ക്രാഷ് ബാച്ചുകൾ അവൈലബിൾ ആണ്. ക്ലിയർ ആണല്ലോ? അതുകൂടാതെ എൻട്രിയിലെ ഫൗണ്ടേഷൻ ബാച്ച് എന്ന് പറയുന്ന ഒരു ബാച്ച് ഉണ്ട്. SSC RRB റെയിൽവേ, RRB എന്ന് പറഞ്ഞാൽ റെയിൽവേ എക്സാംസ് ആണ്, SSC RRB ബാങ്ക്. ഓക്കെ, അപ്പൊ SSC RRB ബാങ്ക് എക്സാമുകളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഒരൊറ്റ കോഴ്സിലൂടെ നിങ്ങൾക്ക് ഈ 3 എക്സാംസും എന്ത് ചെയ്യാം, ഈസി ആയി പഠിക്കാം. SSC ആയിക്കോട്ടെ, റെയിൽവേ എക്സാം ആയിക്കോട്ടെ, ബാങ്ക് എക്സാം ആയിക്കോട്ടെ, ഈ എല്ലാ എക്സാമിന്റെയും സിലബസിൽ ഓൾമോസ്റ്റ് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ സെയിം ആണ്. അപ്പൊ നിങ്ങൾ ഒരൊറ്റ കോഴ്സിൽ പഠിച്ചാൽ 25ലേറെ എക്സാംസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാനായിട്ട് സാധിക്കും. അതുകൂടാതെ നിങ്ങൾക്ക് ബാങ്ക് എക്സാം മാത്രമാണ് ഫോക്കസ് ചെയ്യണമെങ്കിൽ ബാങ്ക് എക്സാമിന് വേണ്ട എലൈറ്റ് ബാച്ചുകളും നമുക്ക് അവൈലബിൾ ആണ്. ഈ പറഞ്ഞ ഓഫേഴ്സ് ഈ മാസത്തെ മന്ത്ലി ഓഫറാണ്, ഈ മാസത്തെ ഓഫറാണ്, എഡ്യൂഫെസ്റ്റ് ഓഫറാണ്. ഈ പറഞ്ഞ കോഴ്സുകൾക്കെല്ലാം ഈ ഓഫർ അവൈലബിൾ ആണ് കേട്ടോ. ഹായ്, നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് എക്സാം സ്റ്റാർട്ട് ആകുകയാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ജൂണിലെ എൻട്രിയുടെ എഡ്യൂഫെസ്റ്റും സ്റ്റാർട്ടായി കഴിഞ്ഞു. അപ്പോൾ ഇപ്പം പഠിച്ച് തുടങ്ങുന്നവർക്ക് ഈ ഒരു സ്പെഷ്യൽ ഓഫറിൽ ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ജോലി കിട്ടുന്നവരെ എക്സ്റ്റൻഡഡ് വാലിഡിറ്റിയിൽ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം ഈ ഒരു 1 ടൈം ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ. ഇപ്പം തന്നെ ജോയിൻ ചെയ്യുമല്ലേ? അതിനെക്കുറിച്ച് അറിയാനും കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് ഈ കാണുന്ന നമ്പർ ഉണ്ടല്ലോ, 7736122215 എന്നുള്ള നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ലിങ്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കോഴ്സ് ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകളല്ലേ, ഈ ക്ലാസ്സുകൾ എങ്ങനെയാണ് നടത്തുന്നത്, ഇതിലെന്തെങ്കിലും എങ്ങനെയാണ് ക്ലാസ്സുകൾ പോകുന്നത്, നിങ്ങളെ കൊണ്ട് സാധിക്കുമോ? നമ്മൾ ഈ ക്ലാസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ നമുക്ക് സക്സസ്ഫുൾ ആവണം, റിസൾട്ട് കിട്ടി എന്ത് ചെയ്യണം, ജോലിയിലേക്ക് എത്തിച്ചേരാനായിട്ടാണ് നമ്മൾ ഈ ക്ലാസ്സുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു റിസൾട്ട് ഓറിയന്റഡ് സ്റ്റഡി പ്ലാൻ, അത് ബേസ് ചെയ്ത് ഒരു 4 ലെവലായിട്ടാണ് നമ്മൾ കോഴ്സുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ ഒന്നും അറിയാത്ത കുട്ടി വരുമ്പോൾ അവർക്ക് ഫുൾ സിലബസ് കവർ ചെയ്ത് കൊടുക്കും. രണ്ടാമത്തെ ലെവല് ആരായാലും ഏതെങ്കിലും ടോപ്പിക്കൊക്കെ വീക്കായിട്ടുണ്ടാവും, അത് ഇമ്പ്രൂവ് ചെയ്ത് കൊടുക്കലാണ്. ഒപ്പം കോമ്പറ്റീറ്റീവ് എക്സാം ആണ്, സ്പീഡ് ആൻഡ് ആക്യുറസി വെരി ഇമ്പോർട്ടൻറ്റ്, അത് ബിൽഡ് ചെയ്ത് സെറ്റാക്കി മൂന്നാമത്തെ ലെവലിലേക്ക് വരുമ്പോൾ അഡ്വാൻസ്ഡ് ലെവൽ, ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് പ്രിപ്പറേഷൻ, മെയിൻസിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ. ദെൻ ഫൈനൽ എന്താണ്, ഗ്രൂപ്പ് ഡിസ്കഷൻ ആൻഡ് ഇന്റർവ്യൂ ട്രെയിനിങ്. ഇപ്പൊ നമ്മൾ SBA PO, IBPS PO, ബാങ്ക് എക്സാംസിൽ, ഇൻഷുറൻസ് എക്സാംസിൽ, ഓഫീസർ പോസ്റ്റുകളിലേക്ക് ഇന്റർവ്യൂ GD ഒക്കെ ഉണ്ടാവും. അതിന്റെ ട്രെയിനിങ് ആണ് നമ്മൾ ലെവൽ 4 കൊടുക്കുന്നത്. ഇതിന്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് ഫുൾ ടൈം മെന്റർഷിപ്പ് സപ്പോർട്ട്, ഹൈ ക്വാളിറ്റി മോക്ക് ടെസ്റ്റ് ആൻഡ് മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. സ്പെഷ്യൽ അറ്റൻഷൻ ടു ഫേസ് 2 and 3,
AI പ്രോഗ്രസ് ട്രാക്കർ ആൻഡ് റിപ്പോർട്ട്. ഇത്ര കാര്യങ്ങളും ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഈ കോഴ്സുകളെല്ലാം നിങ്ങൾക്ക് എഡ്യൂഫെസ്റ്റിന്റെ ഭാഗമായിട്ട് ഓഫർ പ്രൈസിൽ എന്ത് ചെയ്യാം, സ്വന്തമാക്കാം, എക്സ്ട്രാ വാലിഡിറ്റിയോട് കൂടി. കൂടുതൽ ഡീറ്റെയിൽസിന് 7736122215 എന്നുള്ള നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പുതിയ അപ്ഡേറ്റും കാര്യങ്ങളും നോട്ടിഫിക്കേഷനെ കുറിച്ചൊക്കെ അറിയാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തിടാം. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് കരുതുന്നു. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.